ഹലോ. അങ്ങനെ നോമ്പ് മൂന്നാമത്തെ പത്തിലെത്തി. നോമ്പ് ഇന്ന് 24ആയി. അപ്പം നമുക്ക് പെരുന്നാളിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ടൗണിലേക്ക് പോയി. ഒരുപാട് വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. അപ്പം ഞാനും കൊച്ചും അണ്ണച്ചിയാട്ടോ പോയത്. ദുൽഖറും ഞങ്ങളോട് ഇല്ല. അവൻ നോമ്പൊക്കെ നമ്മൾ തുറക്കാൻ വേണ്ടി തൊടുപുഴയ്ക്ക് പോയപ്പോഴത്തേക്കും അവിടെ നിന്നോട്ടെ. ഒരു 3-4 വർഷമായിട്ട് മോൻ അവിടെയാണ്. നോമ്പ് തുടങ്ങി എക്സാമും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മോൻ അവിടെ പോയി നിൽക്കും. പിന്നെ പെരുന്നാളെല്ലാം കഴിഞ്ഞാട്ടോ വരാറ്. അപ്പം അതുമല്ല, പിന്നെ നമ്മളൊരു 3-4 വർഷമായിട്ട് മോന് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാറില്ല. കാരണം അത് അവൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ മാമച്ചി എടുത്തു കൊടുക്കും ഡ്രസ്സും ചെരുപ്പും എല്ലാം. അപ്പം നമ്മൾ SMലേക്കാട്ടോ നേരിട്ട് എടുക്കാൻ വന്നത്. അപ്പോൾ നേരെ വന്നപ്പോൾ എനിക്ക് ഈ ചുരിദാർ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതെടുത്തു. അത് നമ്മൾ നേരെ അണ്ണച്ചിക്ക് ഷർട്ട് എടുക്കാനായിട്ട് തൊട്ടപ്പുറത്ത് ലീഫിൽ കയറിട്ടോ. അവിടെ നല്ല അടിപൊളി കളക്ഷനൊക്കെയാണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെടുത്തപ്പം ഒരു പോക്കറ്റേ ഉള്ളൂ. അപ്പോൾ അണ്ണച്ചിക്ക് ഡബിൾ പോക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അവസാനം 2 എണ്ണമായിട്ട് എടുത്തത്. അപ്പോൾ കൺഫ്യൂഷനായി ഭയങ്കരമായിട്ട് ഏതെടുക്കണം. ഇട്ടപ്പോൾ 2 നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് 2 എടുക്കേണ്ടി വന്നു. കാരണം 2 നല്ല രസമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒരു ഷർട്ടും ഒരു ടീഷർട്ടും കൂടെ, ഒരു ടീഷർട്ടും അണ്ണച്ചിക്ക് എടുക്കാമല്ലോ എന്ന ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷേ പുള്ളിക്കാരന് 2 ഷർട്ടും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ പിന്നെ വേറൊന്നും നോക്കിയില്ല, ഷർട്ട് തന്നെ എടുത്തു. കാരണം ഷർട്ടും തമ്മിൽ 200 രൂപയുടെ വ്യത്യാസമുള്ളതാണ്. പിന്നെ 2 ഷർട്ട് എടുക്കാമല്ലോ എന്നുദ്ദേശിച്ച് നമ്മൾ ഷർട്ട് തന്നെ എടുത്തു. ആദ്യം ഞങ്ങൾ എടുത്തത് ഈ 2 ഷർട്ടുമാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സെയിൽസ്മാൻ വേറൊരു ഷർട്ട് കാണിച്ചു. അതും നന്നായിട്ട് ചേരുന്നുണ്ട്. ഒരു ലൈൻസ് ഉള്ള ഷർട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് ഭയങ്കര കൺഫ്യൂഷനായി ഏതെടുക്കണമെന്ന്. അപ്പോഴത്തേക്കും ഇതും കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് എല്ലാം അണ്ണച്ചിക്ക് ചേരുന്നുള്ള നല്ലൊരു സെലക്ഷനും ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മളെടുത്തത് ഈ ഒരു ഷർട്ടും പിന്നെ ഈ ഒരു ഷർട്ടുമാണ് കേട്ടോ. അങ്ങനെ 2 ഷർട്ടാണ് എടുത്തത്. പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന പോലെ നല്ല കളറുണ്ട്, നല്ല സെലക്ഷനാണ്, നല്ല തുണിയുമാണ് കേട്ടോ. ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിലും നല്ല മെറ്റീരിയൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഷർട്ടിന് പറ്റിയ മുണ്ടെടുക്കാനായിട്ട്, വൈറ്റ് മുണ്ടില്ലേ, അതെടുക്കാനായിട്ട് നേരെ വീണ്ടും SMൽ തന്നെ കയറി. അവിടെ കയറി വൈറ്റ് മുണ്ടെടുത്തു. അപ്പം ഞാൻ അവിടെ കണ്ടൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം പാരൻസ് എല്ലാം ഭയങ്കര തകൃതിയായിട്ട് ഷോപ്പിംഗാണ്. പക്ഷെ മക്കളുടെ എല്ലാം കയ്യിൽ ഫോൺ കൊടുത്തേക്കുവാണ്. അവിടെ ഫോൺ കൊടുക്കാതെ ഇരുന്ന ലുലുമോടെ കൈ ഫോൺ ഇല്ലാതിരുന്ന ലുലുമോടെ കൈ മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് വീഡിയോ എടുക്കണമല്ലോ. ബാക്കി എല്ലാവരും ഭയങ്കര ഷോപ്പിംഗാണ്. മക്കളെല്ലാം ഫോണെല്ലാം കൊടുത്ത് ഒരു മൂലക്കയിലേക്ക് അങ്ങ് അടിച്ചിരുത്തിയേക്കാണ് കേട്ടോ. പിന്നെ അത് ഞങ്ങൾ നേരെ പോയത് ലുലുമോക്ക് ഡ്രസ്സ് എടുക്കാൻ തന്നെയായിട്ട് 3rd ഫ്ലോറിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പം വലിയ ഒരു കളക്ഷൻ കണ്ടില്ല. മോക്കുള്ള മോഡൽ തന്നെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അവൾക്കാണ് ഡ്രസ്സ് വേണം. അപ്പം വേറെ ഷോപ്പിൽ പോയി എടുക്കാൻ പറഞ്ഞിട്ട് ഒന്നും മോള് സമ്മതിക്കുന്നില്ല. പിന്നെ എനിക്ക് 2 നെയ്റ്റ് വീട്ടിൽ പോയപ്പോൾ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അല്ലാതെ വേറെ 2 നെയ്റ്റ് തുണി എടുത്തായിരുന്നു. അപ്പോൾ അതിന് പറ്റി 2 ഷോളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തെടുത്തിട്ടോ. നല്ല വിലക്കുറവുണ്ട് കേട്ടോ. 89 രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി ഷോൾ കിട്ടും. അതിൽ കൂടിയതുകൊണ്ട് പിന്നെ കുറഞ്ഞതും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു ഷോളായിട്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വലിയ വിലയൊന്നുമില്ല, 89 മറ്റേ ഉള്ളൂ. പിന്നെ വേറൊരു 120 എടുത്തു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ലുലുമോള് ഭയങ്കരമായിട്ട് വഴക്കായിരുന്നു. ലുലുമോക്ക് ഉടുപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനിൽ പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ലുലുമോടെ ബർത്ത്ഡേക്കൊക്കെ എടുത്തില്ലേ, അതൊക്കെ തന്നെയായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അത് എടുക്കണമല്ലോ. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് നമ്മൾ ഇറക്കി വന്നു. നേരെ പിന്നെ നമ്മൾ പോയത് നാനോ കിഡ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മോക്ക് ഇഷ്ടപ്പെട്ട സെലക്ഷനും കിട്ടി, അടിപൊളി കളക്ഷനും ഉണ്ട്. അതുമല്ല നല്ല ചൂടല്ലേ. അപ്പോൾ നമുക്കതിൽ AC ആയിരുന്നല്ലോ കുറേ നേരം കയറുന്നത്. ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ ഒരു 5-5:30 ആയിട്ടോ. ഒരു 11:30 ആയപ്പോൾ ഷോപ്പിങ്ങിന് പോയതാണ്. പിന്നെ നോമ്പ് തുറക്കാൻ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഏത് ഷോപ്പിൽ പോയാലും, ഈവൻ ഫ്രൂട്ട്സ് കടയിൽ പോയാൽ പോലും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അവിടെ ഒന്നും കയറില്ല, അത്രയ്ക്ക് മടുത്തായിരുന്നു. നമുക്ക് നോമ്പും വെച്ചുള്ള ഷോപ്പിംഗ് ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം ഉണ്ടായിരുന്ന ഫ്രിഡ്ജിലുണ്ടായിരുന്ന മീനൊക്കെ എടുത്ത് വെട്ടി ഇതുപോലെ തോരൻ പൊരിച്ചു. പിന്നെ കറി വെച്ചു, അച്ചാറ്, പപ്പടം, അങ്ങനെ നല്ല കുശാലായിട്ട് ചോറുണ്ട് കേട്ടോ. ഒരുപാട് നാളായി ചോറുണ്ട് കേട്ടോ. പിന്നെ പയർ തേങ്ങ അരച്ച് കറി വെച്ചു. അണ്ണച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പയർ തേങ്ങ അരച്ച് കറി വെക്കുന്നത്. പിന്നെ അങ്ങനെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ എന്താണേലും ഡെയിലി പത്തിരിയും ചിക്കനും ബീഫും ഇടിയപ്പമൊക്കെ തിന്ന് വെറുത്ത് പോയി. പിന്നെ നമുക്കൊരു വെറൈറ്റി വേ അതുപോലെ ഞങ്ങൾക്ക് ചെറു ജലദോഷവും ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ള നല്ല വിഭവസമൃദ്ധമായ കറി കൂട്ടി ചോറുണ്ട്. അപ്പോൾ നല്ലൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.